أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മആരിജിലെ 15 മുതൽ 23 കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നഹാ ലളാ. കല്ല, വേണ്ട, അതല്ലെങ്കിൽ ഇതൊന്നും തന്നെ നടക്കില്ല. ഇന്നഹാ ലളാ, തീർച്ചയായും അത് ലളാ, കത്തിയാകുന്ന നരകമാണ്. കല്ലാ ഇന്നഹാ ലളാ. കല്ല, ഇതൊന്നും തന്നെ വേണ്ട, ഒന്നും നടക്കില്ല, കത്തിയാളുന്ന നരകമാണിത്. നസാഅതൻ ലിശവാ. നസാഅതൻ, അത് ഉരിച്ചു കളയുന്നതാണ്. ലിശവാ, തൊലിയെ. നസാഅതൻ ലിശവാ, തൊലിയെ ഉരിച്ചു കളയുന്നതാണ് അത്. തദ്ഉ മൻ അദ്ബറ വതവല്ല. തദ്ഉ, അത് വിളിക്കും. മൻ അദ്ബറ, പിന്നാക്കം പോയവനെയും, വതവല്ല, പിന്തിരിഞ്ഞു പോയ ആളുകളെയും. തദ്ഉ മൻ അദ്ബറ വതവല്ല, പിന്നാക്കം പോയവനെയും പിന്തിരിഞ്ഞു പോയവനെയും അത് വിളിക്കും. വജമഅ ഫഅൗആ. വജമഅ, സ്വത്ത് ഒരുമിച്ച് കൂട്ടി വെച്ചവനെയും, ഫഅൗആ, എന്നിട്ടത് സൂക്ഷിച്ചു വെച്ചവനെയും അത് വിളിക്കും. വജമഅ ഫഅൗആ, സമ്പത്ത് കൊന്നുകൂട്ടി വെച്ചവനെയും അതേപോലെ തന്നെ അത് സൂക്ഷിച്ചു വെച്ചവനെയും അത് വിളിക്കുക തന്നെ ചെയ്യും. ഇന്നൽ ഇൻസാന ഖുലിക ഹലുവാ. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ഖുലിക, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഹലുവ, അക്ഷമനായിട്ട്, ഒരു ക്ഷമയില്ലാത്ത ആളായിട്ട്. ഇന്നൽ ഇൻസാന ഖുലിക ഹലുവാ, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അക്ഷമനായ അവസ്ഥയിലാണ്. ഇദാ മസ്സഹു ശർറു ജസൂആ. ഇദാ മസ്സഹു ശർറു, അവന് വല്ല ദോഷവും വന്നുപെട്ടാൽ, വല്ല ദോഷവും അവനെ ബാധിച്ചാൽ, ജസൂആ, അവനങ്ങേറ്റം പേടിച്ചരണ്ടു പോകും, വിരണ്ടു പോകും. ഇദാ മസ്സഹു ശർറു ജസൂആ, അവന് വല്ല ദോഷവും വന്നാൽ അവൻ പേടിച്ചരണ്ടു പോകും. വൈദാ മസ്സഹുൽ ഖൈറു മനൂആ. ഇനി അവന് വല്ല ഖൈറും, നന്മയും വന്നുപെട്ടാലോ. വൈദാ മസ്സഹുൽ ഖൈറു, അവന് വല്ല നന്മയും വന്നുപെട്ടാൽ, മനൂആ, അവനത് മറ്റുള്ളവർക്ക് തടയുകയും ചെയ്യും, പിശുക്ക് കാണിക്കുകയും ചെയ്യും. വൈദാ മസ്സഹുൽ ഖൈറു മനൂആ, വല്ല നന്മയും അവന് കിട്ടുകയാണെങ്കിൽ അത് പിശുക്ക് കാണിച്ച് ആർക്കും കൊടുക്കാതെ എടുക്കുകയും ചെയ്യും. ഇല്ലൽ മുസല്ലീൻ, എന്നാൽ നമസ്കാരക്കാർ അതിൽ നിന്ന് ഒഴിവാണ്. ഇല്ലൽ മുസല്ലീൻ, നമസ്കാരക്കാർ ഒഴിച്ച്, അവർ ഇതിൽ നിന്ന് ഒഴിവാണ്. الذين هم على صلاتهم دائمون. الذين هم
യാതൊരുവരാണ് അവർ? അലാ സ്വലാത്തിയും, അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് ദാഇമൂൻ, സ്ഥിരമായി നിർവഹിക്കുന്നവരാണ്, അഥവാ പതിവായി നിർവഹിക്കുന്നവരാണ്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, അവരവരുടെ നമസ്കാരത്തിൽ പതിവ് തുടരുന്നതാണ്. ഇവിടെ പരലോകത്ത് ശിക്ഷ ഉറപ്പായി കഴിയുന്ന സത്യനിഷേധികൾ ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടുകയോ അതുപോലുള്ള വല്ല സൂചനയും ലഭിച്ചിട്ടുള്ള സത്യനിഷേധികളായ ആളുകൾ അവരവരുടെ സ്വന്തം ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും പണയപ്പെടുത്തിക്കൊണ്ടെങ്കിലും തനിക്ക് നരകത്തിൽ നിന്ന് ഒഴിവായി സ്വർഗത്തിലേക്ക് പോകേണ്ടിയിരുന്നു എന്ന ചിന്ത അവർക്കുണ്ടാവും. അതുമായി ആലോചിച്ചുകൊണ്ട് എങ്ങനെ പോകുമെന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ അള്ളാഹ് പറയാണ്, കല്ല, അതൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു ചിന്ത ഇനി വേണ്ട, ഒന്നും നടക്കൂല. തീർച്ചയായും അത് കത്തിയാളുന്ന നരകമാണ്. ആ നരകത്തിലേക്കാണ് ഇനി നിങ്ങൾ പോകാനുള്ളത്. ഇപ്പറഞ്ഞ രൂപത്തിലുള്ള ഒരു പണയവും ഒരാൾക്ക് പകരം വേറൊരാളെ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഉപായമൊന്നും ഇവിടെ നടക്കൂല. മാത്രമല്ല, എന്താ നരകത്തിന്റെ രീതി? നസാഴത്താണ്, അതിന് ഉരിച്ചു കളയുന്ന രാജ്യം. ലിശവ, തൊലി എന്ന് പറഞ്ഞാൽ കത്തി 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 കരിഞ്ഞു കിടക്കുന്ന തൊലി അതവിടെ നിർത്തൂല. നസാഴത്ത് അതിങ്ങനെ വലിച്ചു ഊരി കണ്ടെടുക്കും, എന്നിട്ട് പുതിയതിട്ട് കൊടുക്കും. എന്നാലേ ആ എല്ലാ കാലത്തും ആ വേദന ഇങ്ങനെ പുതിയ ഫ്രഷായ പുതിയ തൊലികൾ കിട്ടുമ്പോൾ ആ തൊലികൾ കരിഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അസഹനീയമായ വേദന. ആ വേദന പതിവാക്കണമെങ്കിൽ ഒരേ തൊലിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ആ തൊലി നസാഴത്തിൽ ലിശവ, തൊലിയെ ഉരിച്ച് കളയുന്നതാണ്. എന്നിട്ട് പുതിയ തൊലി ഇട്ട് കൊടുക്കുക ചെയ്യും. ആ സമയത്ത് നരകം ആ നരകം വിളിക്കും. പിന്നാക്കം പോയിരുന്ന ആളുകൾ, നന്മ ചെയ്യാൻ വേണ്ടി എല്ലാവിധത്തിലും ക്ഷണം വന്നപ്പോ പിന്നാക്കം മാറി നിന്ന ആളുകൾ, വതവല്ല, ആവൂല ഒക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോയ ആൾക്കാർ, അവരൊക്കെ നരകം മാടി വിളിക്കും, ഇങ്ങോട്ട് വരികയെന്ന് പറയും. അതായത് കാഫിറുകളെ, മുശ്രിക്കുകളെ, മുനാഫിക്കുകളെ എന്നൊക്കെ വിളിച്ചിട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരൂ എന്നൊരു നരകം പിടിച്ച് വലിക്കും. അങ്ങോട്ട് നരകത്തിന് പുറത്തിയാടാൻ വിചാരിച്ച ആൾക്കാരൊക്കെ അങ്ങോട്ട് പിടിച്ചെടുക്കാനുള്ള, അതാണ് നരകത്തിൻ്റെ അവസ്ഥ. തദ്ഉമെന്നത് പർവ്വതമല്ല, പിന്നാക്കം പോയവരെയും പിന്തിരിഞ്ഞു പോയവരെയും മാത്രമല്ല, വജമാ, മറ്റാർക്കും കൊടുക്കാതെ ധനം മുഴുവനും കുന്നുകൂട്ടി വെച്ച ആളുകൾ, സമ്പത്തിന് സക്കാത്തും സദഖയും ഒന്നും കൊടുക്കാതെ എടുത്തു വെച്ച ആളുകൾ, എന്നിട്ട് അത് സൂക്ഷിച്ചു വെച്ച വലിയ ഖജനാവിലോ ലോക്കറിലോ എവിടെങ്കിലും കൊണ്ടുപോയി വെച്ച് ഒരുപാട് ധനം തൻ്റെ ആശ്രിതർക്ക്, അവകാശികൾക്ക്, അല്ലെങ്കിൽ തനിക്ക് തന്നെ പിൽക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആൾക്കാർ, അവരെയും നരകം വിളിക്കും. വാ വരി എന്ന് പറഞ്ഞു വിളിക്കും. അള്ളാഹു ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നു, ഇന്നൽ ഇൻസാന ഖുലിക ഹലുവാ, മനുഷ്യൻ അക്ഷമനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒന്നിനും ഒരു ടൈമില്ല. ഒന്ന് ആലോചിച്ചിട്ട് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് നോക്കാൻ പോലും അവന് സമയമില്ല. എപ്പോഴും ധൃതിയാണ്. ആദ്യം കണ്ടതെന്താണോ അതിനെ പിന്നാലെ ഓടുന്നു. ആദ്യം മനസ്സിലേക്ക് വന്നാണോ അത് സ്വീകരിക്കണം. ക്ഷമയില്ല. ഒന്ന് ആലോചിക്കാൻ പോലും, ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ പോലും സമയമില്ല. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തെങ്കിലും ഒന്ന് പെട്ടാൽ, ചെറിയ എന്തെങ്കിലും അപകടം ഉണ്ടായാലും മതി, ഇതാ മസ്സഹു ശർറു ജസൂഅ, എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ടാൽ, ബ്ലഡ് ഷുഗർ ഒന്ന് കൂടിയാൽ, കൊളസ്ട്രോൾ ഒന്ന് കൂടിയാൽ, ഹൃദയത്തിന് മിടിപ്പൊന്ന് കൂടിയാൽ, ബ്ലോക്കാണ് എന്ന് കേട്ടാൽ, ക്യാൻസറിൻ്റെ വല്ല സാന്നിധ്യവും മനസ്സിലേക്ക് ഇങ്ങോട്ട് വന്നാൽ അപ്പോഴത്തേക്കും ജസുവ, ഭയങ്കര ഭയപ്പാടാണ്, പേടിയാണ്, മരിച്ചു പോകും, ഇതോടുകൂടിയെല്ലാം തീർന്നോ എന്ന രൂപത്തിലുള്ള ഒരു ഭയപ്പാടാണ് അയാൾക്ക്. വല്ലാത്തൊരു പേടിയാണ് അയാൾക്ക്. അതുകൊണ്ട് തന്നെ അവൻ്റെ ക്ഷമയില്ലായ്മ കൊണ്ടുള്ള ആ തകരാറ് അവിടെ വ്യക്തമാണ്. മാത്രമല്ല
വൈദ മസ്സഹുൽ ഖൈറു മനുആ. ഇനി വല്ല നന്മയും കിട്ടിയെന്ന് വിചാരിക്കാത്ത രൂപത്തിലുള്ള ജോലി, അല്ലെങ്കിൽ പിന്നെ സ്ഥാനക്കയറ്റം, കൂടുതൽ ധനസമ്പാദനത്തിനുള്ള വഴി, രോഗത്തിൽ നിന്നുള്ള മുക്തി, ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നന്മ അവന് ലഭിച്ചാൽ, കുറച്ചധികം പൈസ കിട്ടി, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, അല്ലെങ്കിൽ കാർഷിക വിളവെടുപ്പ് കുറച്ചധികം കിട്ടി, വിചാരിച്ചതിനേക്കാളധികം, അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വൈദാ മസ്സഹുൽ ഖൈറു, നന്മ വല്ലതും അവൻ അധികമായി ലഭിക്കുമ്പോൾ മനുവ മറ്റുള്ളവർക്ക് കൊടുക്കാതെ പിശുക്ക് കേട്ടു, ആർക്കും ഒന്നും കൊടുക്കില്ല. ഇതെൻ്റെതാണ്, എനിക്ക് കിട്ടിയതാണ്, എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഈ തരത്തിലുള്ള മുരട്ടുവാദങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരിക്കും. മിക്കവാറും ആൾക്കാരുടെ സ്ഥിതി അതാണ്. അതിൽ നിന്നൊക്കെ ഒഴിവുള്ളത് ഇല്ലൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക്. നമസ്കാരക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, അവരവരുടെ നമസ്കാരത്തിൽ സ്ഥിരത ഉള്ള ആൾക്കാർ, എന്നും നിസ്കരിക്കുന്ന ആൾക്കാരാണ്, പതിവായി നമസ്കരിക്കുന്നവരാണ്. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ സംബന്ധിച്ച് ആലോചന വരും. നമസ്കരിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയാക്കി വെക്കും. നമസ്കരിക്കാനുള്ള വസ്ത്രങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ വളരെ നന്നാക്കി എടുക്കും. നമസ്കാര സ്ഥലം ശുദ്ധിയാക്കി വെക്കും. പള്ളിയെ സംബന്ധിച്ച് ആലോചനകളുണ്ടാവും. ഒന്നാമത്തെ സഫിൽ എത്തണമെന്ന ചിന്തയുണ്ടാവും. കൂടുതൽ ആൾക്കാരുടെ ജമാഅത്തിൽ പങ്കെടുക്കണമെന്നുണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യവും അവരെ സംബന്ധിച്ച് നമസ്കാരത്തിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധ എല്ലാ സമയവും ഉണ്ടാവും. വൃത്തികേട് ശരീരത്തിൽ കൊണ്ട് നടക്കില്ല. അങ്ങനെ നമസ്കാരത്തിന് ഒരു നൈരന്തര്യമുള്ളയാണ്. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നമസ്കരിക്കുന്ന ആളെ മുസല്ലി എന്ന് പറയില്ല, സ്ഥിരമായി നമസ്കരിക്കുന്ന ആളാണ്. ആ തരത്തിലുള്ള ആളുകൾ മാത്രമേ അതിനൊഴിവുള്ളൂ. ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർ അതിൽ നിന്ന് ഒഴിവാണ്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, അവരവരുടെ നമസ്കാരത്തിൽ സ്ഥിരതയുള്ളവരാണ്, അഥവാ പതിവായി നമസ്കാരം നിലനിർത്തുന്നവരാണ്. പതിവായി നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ നമസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. അത് സ്ഥിരമായി നമസ്കരിക്കുന്ന ആളുകളിൽ ആ തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. ആ തരത്തിൽ നമസ്കാരം കൊണ്ട് ഹൃദയവും മനസ്സും ശുദ്ധിയാക്കി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകാൻ റെഡിയായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. വന്നുപോയ അപരാധങ്ങളുടെ റബ്ബ് പൊറുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗസ്ഥരാക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.